നമ്മുടെ വീടുകളൊക്കെ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്ഥിരമായി അല്ലേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മിക്ക വീടുകളിലും പ്ലാസ്റ്റിക് കത്തിക്കാറുണ്ട്. ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ശീലം ഉറപ്പായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കലുകളായ ഡയോക്സിനും PAH അഥവാ പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ഇത്തരം കെമിക്കലുകൾ സ്ഥിരമായി ശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുകയാണ്. ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുക മാത്രമല്ല, ആസ്മ, അതുപോലെ തന്നെ എംഫിസീമ പോലുള്ള ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാകാനും, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാകാനും, കൊച്ചുകുട്ടികൾ ഇത് ശ്വസിക്കുന്നതിലൂടെ അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെയധികം ശക്തമായി കൂടുകയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും, ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും, ഉപയോഗിക്കുന്നവരാണെങ്കിലും ഒരിക്കലും പ്ലാസ്റ്റിക് കത്തിക്കരുത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. കടകളിൽ സാധനം വാങ്ങാനായിട്ട് പോകുന്ന സമയത്ത് മാക്സിമം കഴിവതും എന്ത് ചെയ്യുക, ബാഗ് നമ്മൾ തന്നെ കൊണ്ടുപോയി അതിൽ വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക് ഒരിക്കലും കത്തിക്കരുത് കേട്ടോ.